എലി നോട്ട് കെട്ടുകൾ മോഷ്ടിച്ച് പൊത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് കേട്ടിട്ടുണ്ടോ? അതെ, ഇവിടെ ഒരു എലി ഈ സ്വർണ്ണ വില കൂടി നിൽക്കുന്ന സമയത്ത് കുറെ ഉരുപ്പടികളും എടുത്തുകൊണ്ട് ഒരു പൊത്തിൽ കയറി. അതെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. കാണാം. എന്തെന്നറിയാമോ, പിന്നെ നമ്മുടെ ഇവിടെ എൻ്റെ കൊച്ചി സ്വർണ്ണം ഇന്നലെ കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് ഞാൻ ഊരി ഷെൽഫിലോട്ടൊന്ന് വെച്ച്, ഷെൽഫി വെച്ചില്ല, നമ്മൾ സ്ലാവ് ഉണ്ടല്ലോ, സ്ലാവിലോട്ട് വെച്ചതല്ലോ, ഒന്ന് പൊതിഞ്ഞ് വെച്ചതാ. പെട്ടെന്ന് സൗണ്ട് കേട്ട് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് എലി എടുത്തോണ്ട് പോയി, സ്വർണ്ണം എടുത്തോണ്ട് പോയി. നമുക്കതിന് അപ്പുറം അവിടെ ഒരു ചെറിയൊരു വാഴയുണ്ട്, ചെറിയൊരു മാളമുണ്ടേ, ആ മാളത്തിട്ടാണ് കയറിപ്പോയത്. നമുക്കന്ന് എടുക്കണം. ഇന്ന് എടുത്തു തന്നിട്ടേ പോകാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. ഞാനേട്ടാ ഇവിടാണ് കേട്ടോ. അത് എനിക്ക് അപ്പുറത്ത് എങ്ങും പോകാൻ വയ്യായിരുന്നേ, അത് ഓടി ഇതെഴുതണ്ടോ, ഇതിനകത്താണ് വന്ന് കയറിയത്. ഞാൻ കയറുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പ്. ഇന്നലെ ഉറങ്ങിയില്ലേ, ജനൽ തുറന്നിട്ട് ലൈറ്റ് മൊത്തം ഇട്ടുകൊണ്ട് ഉറങ്ങാതെ കാവലിരുന്നത്. കമ്പി ഒന്നുമില്ല, എന്നില്ലയാ. ഇന്നലെ ഞാനാണെങ്കിൽ എന്തെല്ലാം തേങ്ങാപ്പൂള് വെച്ചാ വരാത്ത എലികളുണ്ടോ. ഇപ്പൊ എലിക്ക് തേങ്ങാപ്പൂളൊന്നും വേണ്ട, പക്ഷെ നല്ല പോലെ ചേട്ടൻ ഒന്ന് കയറ്റി നോക്കി, ഇതൊന്നും അറിയാലോ. ഉള്ളിലോട്ടങ്ങ് പോനോ അല്ലേ? ആണോ? എന്താ ഒന്ന് കൈ മണ്ണെണ്ണ ഇല്ല, ഇന്നലെ ഉള്ള മണ്ണെണ്ണ എല്ലാം എടുത്ത് ഒഴിച്ച്. പുള്ളിക്കാരൻ പോയ സമയം കൊണ്ട് ഞാനും മോനും കൂടെ ചെയ്ത പരിപാടിയാ. എവിടെ വീട്? കണ്ടാരണങ്കാവിൻ്റെ അടുത്താ? ആ. കമ്മല് ഒന്ന് കിട്ടി, ഒരെണ്ണം മാലയുണ്ട്. ഓ അങ്ങനെ ഞാൻ പോത്തില്ല, മണ്ണെണ്ണ അവിടെ ഇല്ല. എന്നിട്ട് ഇന്നലെ അപ്പുറത്തെ വീട്ടിൽ ഞാൻ വാങ്ങിച്ചു മണ്ണെണ്ണ. അപ്പുറത്ത് ഒരാളുണ്ട് കേട്ടോ, അല്ല അപ്പുറത്ത് ഒരാളുണ്ട്, പുള്ളിക്കാരൻ കാണാൻ വരും. വന്നാൽ എടുപ്പിക്കരുത് കേട്ടോ, എന്നറിയോ സ്വർണ്ണമല്ലേ. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല, ഈ ജനലും തുറന്നിട്ട്. ഇന്നലെ ഞാനേ ഈ ജനലും തുറന്നിരുന്നത് ഉറങ്ങിയില്ല. എന്തോ സാധനം? കമ്പി വളർത്തി കൈട്ട് സൂക്ഷിച്ചോണേ. അല്ലാതൊന്നും ഇല്ല, ഞാൻ കണ്ടതാണ്. ഇതും കൊണ്ട് അങ്ങോട്ട് ഓടി കേറുന്ന കണ്ടതാണ്, മനസ്സിലായി. നമ്മളിവിടെ തേങ്ങാപ്പൂള് വെച്ച്. ഈ ഒരു കമ്മലോടുണ്ട്. പേരെന്ത് ചേട്ടന്റെ? യഥാർത്ഥ പേര് പറഞ്ഞ ആരും അറിയത്തില്ല. വട്ടപ്പേരെന്തുവാ? വട്ടപ്പേര് മാളയച്ചൻ. മാളയച്ചനോ? യഥാർത്ഥ പേരെന്തുവാ? യഥാർത്ഥ പേര് പറയത്തില്ല. അത് ശരി. മാളയച്ചൻ എന്ന് പറഞ്ഞെല്ലാരും അറിയോ? എന്ത് ജോലി തരാം? അതേ വരുന്ന എന്റെ പൊന്നേട്ടാ, എടുപ്പിക്കല്ലേ കേട്ടോ, എടുപ്പിക്കല്ലേ. സ്വർണ്ണം ഉണ്ട്, 2 ലക്ഷം രൂപയുടെ സാധനം. ഒന്നുമില്ല, ഇത് അപ്പുറത്തുള്ളയാ. എന്താ ഇപ്പൊ നിങ്ങളോട് പറയുന്നത്? രാത്രി ലൈറ്റ് ഇട്ടിരുന്നത് എന്റെ വീട്ടിൽ ലൈറ്റ് ഇട്ടൂടെ എനിക്ക്? അല്ല, നീ സാധാരണ അങ്ങനെയല്ല. വന്നിട്ട് പോയാ? പോയി. എന്ന് പോയി? ഇന്നലെ രാത്രി പോയി. തേങ്ങ വെട്ടാ? തേങ്ങ ഒന്നും വേണ്ട. നീ എന്റെ അടുത്ത് പറഞ്ഞ ഞാൻ പറിച്ചു തന്നല്ല. വേണ്ട, ഇങ്ങനെ ഇവരൊക്കെ വിളിച്ചോണ്ട് വേണ്ട. എന്നെ ഒരുപാട് സഹായിച്ചല്ലേ, സഹായം കൊണ്ട് എനിക്ക് തൃപ്തിയായിട്ടിരിക്കുക. എന്റെ പേര് മാളച്ചൻ. മാളയിലുള്ളതാ പേര്? മാളയിലുള്ളതല്ല, ഞാനിവിടെ കണ്ടാർണങ്കാവിന്റെ അടുത്തുള്ള കണ്ടാർണങ്കാവ്. നീ ഒന്ന് തേങ്ങ ഇടാറുന്നാ? തേങ്ങ അല്ല, പോച്ച പറിക്കാൻ വന്ന. നീ ഇവിടെ ഇനി വെട്ടിപ്പിടിക്കാൻ വന്ന പണി? അങ്ങനെ വെട്ടിപ്പിടിക്കാനൊന്നുമല്ല, എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് വന്നേ. അല്ല, ഇന്നലെ രാത്രി ഭയങ്കര ബഹളമൊക്കെ, ലൈറ്റൊക്കെ ഇട്ട്. ചേടാ, ഈ മനുഷ്യന് നിങ്ങൾക്ക് ഉറക്കമൊന്നും ഇല്ലേ രാത്രി? എവിടെ ഉറക്കം? അതിൽ എന്താ നടക്കുന്നത്? എന്ത് വന്ന പറ.
ചേടാ ഇത്ര ഇതിൽ കൂടുതൽ പറയാന്ന് ശരിയാണോ? ഇതിൽ കൂടുതൽ എന്തോ പറയാത്ത എങ്ങനെ പറ, പറഞ്ഞല്ലോ. വേറെ എന്തോ പ്രശ്നമാണ് ഇവിടെ. എന്താ പ്രശ്നം? കിളയ്ക്കാൻ പ്രശ്നമൊന്നുമില്ല. കിളയ്ക്കാനൊന്നും അല്ല വന്നത് നീ. ഓ ഇങ്ങനെ ചേട്ടാ നോക്കിക്കേ, ആളാ ചാടിപ്പോയാലേ. എന്തിനാ എളി പറ, നീ കാര്യം പറ. ഇത് വഴിയിലോ വാഴിയല്ലേ? എലിയുടെ പ്രശ്നം കൊണ്ട് വയ്യ. നീ ഇത് വിഷം വാങ്ങിച്ചു വെക്കാറുണ്ട്. എന്നിട്ട് വേണം എന്റെ താറാവും കോഴിയൊക്കെ തിന്നാനാ. താറാവും കോഴിയൊക്കെ തിന്നുവോ? പിന്നെ ഇല്ലയോ കൊച്ചു തിന്നില്ലേ? പൂച്ചയും പട്ടിയൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് തിന്നു തീർന്നില്ലേ? അതിനകത്ത് കണ്ട ഈച്ചായിരിക്കണ്. ഈച്ചായിരിക്കുന്ന എലിയല്ലേ ചത്തിരിക്കുന്നുണ്ട്. മാള അരവിന്ദനാണ് പേര് അല്ലേ? അരവിന്ദനാണ്. നീ ചൂടാവുന്നു. പേര് പറയുന്നുണ്ടല്ലോ. അരവിന്ദനാ? ഓ അരവിന്ദനോ മാളയോ പപ്പു എന്തെങ്കിലും ആയിക്കോട്ടെ, ചേട്ടന് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. നമ്മളെ തൊട്ടടുത്തൊക്കെ താമസിക്കണം. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അറിയണ്ടേ? അതറിയണം. ഭർത്താവിന് സെക്രട്ടേറിയറ്റിലാണ് പണി. ഞായറാഴ്ച വരും, അല്ല ശനിയാഴ്ച വരും. ഇല്ലടി, ശനിയാഴ്ച രാത്രി വരും. ഒരു 6-7 മണിക്കൊക്കെ ഇവിടെ എത്തും. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അങ്ങ് പോവും. കല്യാണം കഴിഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് പോയി ഫംഗ്ഷന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇതെല്ലാം ഊരി വെച്ച്. ഏത് കല്യാണം? ഇന്നലെ ആരെ കല്യാണമായിരുന്നു? ഇന്നലെ ചേട്ടന്റെ ഒരു ബന്ധുവിന്റെ കല്യാണം ഉണ്ടായിരുന്നു. അതാണ് നിങ്ങളെല്ലാം കൂടെ ഒരുങ്ങി. അതായത് ഇവിടെ ബഹളമൊക്കെ കേട്ടത്. രാവിലെ പോയാ? രാവിലെ പോയി. എന്റെ കഴുത്തിൽ കിടന്ന് മാലയൊക്കെ എന്തിരിയത്? കമ്മലൊന്നും കണ്ടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കുവോ? പിന്നെ നമ്മൾ അയൽവക്കക്കാരെ ശ്രദ്ധിക്കില്ലേ? പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നലെ നിന്റെ മാലയൊക്കെ ആരോ അടിച്ചോണ്ട് പോയെന്ന്. അത്രയ്ക്ക് ബഹളമായിരുന്നല്ലോ ഇവിടെ രാത്രി അവൻ പോയതിന് ശേഷം. ഞാൻ കാര്യം ബഹളമൊക്കെ ചെയ്യുന്ന കേട്ടായിരിക്കും. എന്ത് പറ്റി പറ. എന്താ പറ്റാന് പറയണ? പറ. അതേ ഞാൻ ആരടുത്ത് പറയണ? പറയല. എന്തിനാണ് കേൾക്കണതിന് കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ലേ? ഒരു ഇപ്പം ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയൊക്കെ അറിയാം. ഈ വിലയല്ലയോ? പിന്നെ അപ്പൊ 2 പവന്റെ മാല ഇന്നലെ ഇട്ടോ. കല്യാണത്തിന് പോകാൻ വേണ്ടി ഞാൻ എടുത്തതാ, ലോക്കറിൽ നിന്ന് എടുത്തിട്ട് ഇട്ടിട്ട് വൈകുന്നേരം ഫംഗ്ഷന് പോയി. ഏട്ടൻ അങ്ങ് പോയല്ലോ നേരത്തെ. ഞാൻ ഫംഗ്ഷന് പോയിട്ട് വന്നിട്ട് ഊരി അങ്ങോട്ടൊന്ന് വെച്ചിട്ട് ബാത്റൂമിലോട്ടൊന്ന് ഓടിയതാ. ബാത്റൂമിൽ പോയി കുളിക്കാന്ന് വിചാരിച്ചിട്ട് ഓടിയത്. ഊരി അവിടെ വെച്ചിട്ട് കെട്ടി വെക്കാവെന്ന് വിചാരിച്ച് കെട്ടിയില്ല. ഇങ്ങനെ തുണിയായിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ച്. അപ്പൊ എന്തോന്ന് വീഴുന്ന സൗണ്ട് ഇട്ട്. ഇവിടെ എലിപ്പെട്ടി വെച്ചാൽ എലി കയറത്തേ ഇല്ല. അപ്പൊ എനിക്ക് അന്നേരം മനസ്സിലായി എലി ആയിരിക്കും. പിന്നെ എന്നിട്ട് വെച്ച് വല്ല കള്ളന്മാര് കയറാൻ വഴിയില്ല, പട്ടി ഉണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോണ്ട് ഇതും എടുത്തോണ്ട് ഒരു ഒറ്റ ഓട്ടം. എലി സ്വർണ്ണം എടുത്തോണ്ട് പോയി. അപ്പോ അണ്ണ എലിക്ക് വരെ അറിയാം സ്വർണത്തിന്റെ വില. അവിടുന്ന് അപ്പുറത്തെല്ലാം കിടന്ന് വലിച്ചിട്ട് ചെന്നറിയും ഓടി വന്ന് കയറിയതേ ഈ പൊനത്തിനകത്തോട്ട്. ഓ അതാണ് നീ വെളുക്കുന്നേരം ലൈറ്റ് വിട്ട് ഇവിടെ ഇരുന്നതില്ലേ? ഇതിപ്പോ എന്റെ അടുത്ത് പറയാം ഞാൻ എടുത്തു തന്നല്ല. ഞാൻ എടുത്തു തന്നല്ല. അത് വേണ്ട. എന്ത് വിശ്വാസല്ലേ? അയ്യോ വേണ്ട, വിശ്വാസത്തിന്റെ കാര്യമൊക്കെ വിട്. അല്ല നീ സ്വർണം ഇങ്ങനെ എലിയുടെ വായിക്കാത്തുനിന്ന് എടുക്കാൻ വന്നതാണ്? വായിക്കാത്തൊന്നുമല്ല, കാണുവാണെങ്കിൽ എടുത്തു കൊടുക്കാന്ന് വിചാരിച്ചാ. കമ്മല് കിട്ടി, ഒരു കമ്മല് കിട്ടി. തന്നെ ഒരു കമ്മല് കിട്ടി? അപ്പൊ 2 കമ്മല് ഒരു മാലയും. സാധനം ഇതിനകത്തുണ്ടോ? അമറുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാൻ വെളുക്കുന്ന ഇരുന്ന് ചേട്ടൻ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതിന്റെ ഇടയ്ക്ക് ചിൽച്ചിൽ സൗണ്ട് കേൾക്കാം. ഞാൻ ഇനി കുഞ്ഞുങ്ങൾ കാണുമെന്ന് നമുക്ക് അറിയണോ? മണ്ണെണ്ണ ഇന്നലെ ഉള്ളോടെ എടുത്ത് ഒഴിച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത്. തേങ്ങാപ്പൂള് വെച്ചാൽ തേങ്ങാപ്പൂള് തിന്നാൻ വരത്ത് എലിയുണ്ടോ ഈ വന്ന കാലത്ത്? 2025 കാണത്തില്ലായിരിക്കും. അവർക്ക് തേങ്ങാപ്പൂളൊന്നും വേണ്ട, അവർക്ക് ചിക്കൻ കാലൊക്കെ വേണം. കൈയിടല്ലേ? കൈയിട്ട് കുഴപ്പമില്ല കേട്ടോ. സാധനം ഇല്ലെന്ന് തോന്നുന്നു അതിനകത്തുണ്ട്. അവിടുന്ന് എന്തായാലും പോയിട്ടില്ല. ഞാൻ കണ്ണിന്റെ ഈമ എനിക്കിപ്പോ നിന്നിട്ട് ഉറക്കം വരുന്നത്. എടുത്തു കൊടുക്കാൻ വന്നാടേ. പിന്നെ എടു നീ നീ അവിടെ ഇരുന്ന് അങ്ങോട്ട് കൈയിട്ട് നോക്കിയാണ് എടുക്കാൻ പറ്റുമോ നോക്ക്. അവിടെ ഇങ്ങനെ ഒരു സൈഡില് അങ്ങനെ നമ്മുടെ വെട്ടം മറയും. ഈ സൈഡിൽ ഇരുന്നോണ്ട് അങ്ങോട്ട് ഇരുന്നോണ്ട് എടുക്കും. അങ്ങനെ കാണാൻ പറ്റും നമുക്ക്. കണ്ട വെട്ടം ഉണ്ട്. കണ്ട ഫോൺ അടിച്ചു തരണോ ടാർച്ച്? ടോർച്ച് എടുത്ത് തരട്ടാ. ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് കേട്ടാ. കൈയിട്ട് നോക്കേ. ചിലപ്പോൾ കൈയിട്ട് എടുക്കാൻ നോക്കും കേട്ടാ. ഒരു തരത്തിൽ സമ്മതിക്കരുത്. കണ്ണടച്ചാ ഉണ്ടല്ലോ കിണ്ടി എടുത്തോണ്ട് പോകുന്ന സാധനം. മനസ്സിലാവും, കള്ളനൊന്നും അല്ല. പക്ഷേ എന്തെങ്കിലും പുള്ളിക്കാരൊരു ബൈൻഡൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടേ കണ്ണ് തപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കീഴിരിക്കുന്ന എടുത്തോണ്ട് പോകും. പിന്നെ നടന്ന് പറയും, മൊത്തത്തിൽ നടന്ന് പറയും. സ്വർണ്ണമല്ലേ ആരെങ്കിലും മതിൽ അടിക്കറി എടുത്തോണ്ട് പോയി അറിയുമോ? വേണമെങ്കിൽ ഈ മരം വേണം, നമ്മളറിയുമോ? ഈ മരം വേണമെങ്കിൽ ഇത് എടുത്തിട്ട് വേണമെങ്കിൽ ആൾക്കാർ പോകും. നമ്മളറിയുമോ?
ഇവന്നാലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ ലോക ഞോണയും കൊതിയിന് നമ്മളിവിടെ അടക്കുന്ന നമ്മുടെ വീട്ടിൽ വന്ന എല്ലാ കാര്യങ്ങളും ആരുടെ അപ്പുറത്ത് കൊണ്ട് കൊടുക്കും. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഒന്ന് പറയും. വെട്ടം കാണുമെന്നോ അടി എന്തിനാ ഇതടിച്ചാൽ കിട്ടും. ഓ അതുകൊണ്ട് കാണാം നോക്കണം കണ്ടുകൂടെ ഈ സൈഡിൽ നിന്ന് നോക്ക്. കുഴി അങ്ങോട്ടാണ് കേട്ടാ. ചേട്ടാ കൈ ചെലവുണ്ടായി. ചെലവുണ്ട്. എന്തിനു ചെലവുണ്ട്. പിന്നെ ഒരു അഞ്ഞതാണ് അല്ല എന്റെ ഇരിക്കില്ലേ അത്. ഇനി എന്തിനുണ്ട് മാലയുണ്ടാ? ആ ചേട്ടൻ എടുത്ത് തന്നോളും. ഞാൻ നോക്കിയിട്ട് എന്തോന്ന് വെച്ചാൽ കൈകാര്യം ചെയ്തോളാം. എനിക്കൊരു മണ്ണെണ്ണ കിട്ടിയ അല്ലാതെ എനിക്ക് കൈയിടാനൊരു പേടി. അതുകൊണ്ട് ഇടുന്നു ചേട്ടാ. ഇടിക്കല്ലേ ചേട്ടാ, ഒന്ന് പിടിച്ചു. കൈ എത്തോടെ അങ്ങ് ഇല്ല. എന്തോ കൈ കിട്ടി അങ്ങോട്ട് എന്തോന്ന് കിട്ടിയില്ലേ? ഇല്ലാന്ന് കിട്ടിയില്ല. ഇല്ല കിട്ടിയില്ലടാ. കിട്ടിയില്ല. ഞാൻ കണ്ടല്ലോ, ഞാൻ പൊട്ടനല്ലോ. കിട്ടിയില്ലടാ. കിട്ടിയെന്ന് എന്തോ മോതിരം കിട്ടിയില്ലെന്ന് പറയുന്നത് എന്തിനാ? അവിടെ ഉണ്ട് സാധനം. എടുത്ത് കൈ വെച്ചോണ്ടിരുന്ന മാല എന്റെ കയ്യിൽ തട്ടി കേട്ടാ. ചേട്ടാ ഇതെന്തോ പറയാനാന്ന് പറയും. ഇന്നെങ്ങനെ കിട്ടുവോ? വില വിളിക്കുന്നത് വരെ ഇരുന്ന് എന്റെ കൈ നീളയില്ല. എന്റെ കാലം നീളം ഉണ്ടാടെ. കിട്ടിയില്ലടേ. ഇല്ലെന്ന് കിട്ടിയില്ലടാ. കിട്ടിയില്ലെന്ന് പറഞ്ഞില്ലേ? അത് കിട്ടിയില്ല. എല്ലാം ഉണ്ട്, വളയും മാല എല്ലാം കൂടെ ഒരു കിട്ടിയില്ല. പോകാൻ അടുത്തുണ്ട് എന്റെ ഇല്ലെന്ന് പറഞ്ഞാ പിന്നെ ഇതെന്താ തുറക്കാത്തെ? അത് എന്റെ കൈ മടങ്ങിയിരിക്കില്ല. ഇത് കിട്ടിയോ? എടുത്ത് ചേട്ടാ നീ വാങ്ങിച്ചതാ ചേട്ടാ. കിട്ടിയില്ല. കൊടുക്ക സാധനം കൊടു. ഇത് വളയല്ലേ? ഇത്രയൊക്കെ പറക്കി വരും വെച്ചിരുന്നു. ഇനി ഒരു മാല. റിസർവ് ബാങ്കാ ഇത്. ഓ എനിക്ക് പിന്നെ അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാനും കൂടെ എടുക്കട്ടെ. അയ്യോ കൈ വലിയുടെ അങ്ങോട്ട് എന്റെ കൈ വലി കീഴണം. എന്റെ കൈ എടുക്കട്ടെ. നീ കൈ ഇടടാ അങ്ങോട്ട്. നീ കൈ ഊരടാ. കൈ ഉണ്ട് കൈ. ഞാനും ഊരട്ടെന്ന്. കൈ ഊരട്ടടാ. നീ എന്റെ കൈ ഞാൻ കൈ ഇട്ടിട്ട് കൂടെ നീ കൈ ഇട്ടാ. ഞാൻ ആദ്യം എടുക്കട്ടെ. കൈ 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 എടുക്കടാ. വിടറ നീ. ഞാൻ എടുക്കട്ടെ കൈ. മാല കിട്ടിയോ? ഇല്ല. മാല കിട്ടിയോ? എന്റെ അമ്മ മുറിഞ്ഞു. നീ ഉടനെ കൈ ഊരണ്ടേ? ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ചേട്ടൻ അതറിഞ്ഞു. ഞാൻ ഇട്ടപ്പോഴല്ലേ നീ കൈ ഇട്ടത്? എനിക്ക് അല്ലാണ്ട് കൊടുത്തങ്ങ് പറഞ്ഞു വിടാവോ? എനിക്ക് വയ്യ. വേണ്ടാന്ന് വെക്കുന്നേ നീ. അല്ല ചേട്ടാ, ഞാൻ ചേട്ടനെ വിളിച്ചു ചേട്ടാ. ഇല്ലെങ്കിലും നമ്മൾ അയൽവക്കാരല്ലേ? അയൽവക്കാരുടെയൊക്കെ സ്വഭാവം എനിക്കറിയാം. പോ ചെല്ല്. ചേട്ടൻ്റെ പാട്ട് ചേട്ടൻ വല്ലതും കഴിച്ചോ? ഇല്ല. പോയി കഴിച്ചില്ല. ഇവിടെ വല്ലതും ഉണ്ടോ കഴിക്കാൻ? ഇവിടെ ഞാൻ എൻ്റെ പിള്ളേർക്കുള്ളത് മാത്രമേ ഉണ്ടാക്കി വെച്ചോളൂ. ചേട്ടൻ പോ. ഇന്ന് എത്ര രൂപ തരാമെന്ന് പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. എങ്കിലും പകുതി എനിക്ക് തരോ? ഒരു 10,000 രൂപ തരണം. എന്തിന്? 5 രൂപ അടുപ്പിച്ച് വരില്ലാടേ? 5 രൂപ അടുപ്പിച്ചുള്ള സാധനം ഞങ്ങൾ എടുത്തെന്ന്. പോയിരുന്നെങ്കിലാ? എൻ്റെ പൊന്നു ചേട്ടാ, ആ ചേട്ടൻ എടുത്ത്. ചേട്ടൻ വീട്ടിൽ പോകുക. അവിടെ ചേച്ചി ഇല്ലയാ? ചേച്ചിയെ വിളിച്ചോണേ.
പോ ചെല്ല്. കമ്പി ഉണ്ടായിരുന്നു ഈ തോരൻ. ഞാൻ കമ്പി എടുത്തിട്ടോ. എടുത്തോളൂ. നല്ല നീളമുള്ള എടുക്കണേ, വളയ്ക്കാൻ പറ്റിയത്. എന്നാൽ നമുക്ക് ഇങ്ങോട്ട് ഇട്ടിങ്ങനെ നോക്കാം. കൊളുത്തി എടുക്കാൻ മനസ്സിലായ? നിങ്ങളങ്ങ് കാണുമല്ലോ കമ്പി എന്നെടുത്തോണ്ട് വാ ചെല്ല്. അത് പറയുമ്പോ അവൻ എടുത്തോണ്ട് പോകത്തില്ല. പൈസ എനിക്കൂടെ തരണം. ഓ തരാം. അപ്പൊ ഈ എലി ഇപ്പൊ ഇന്നലെ തുറക്കാൻ തുടങ്ങിയൊന്നും അല്ല ഇത് ഇല്ലയോ? എനിക്കൊന്ന് അപ്പുറത്തൊന്നും അങ്ങനെ ഇപ്പുറത്ത് കേറാൻ പറ്റുമായിരിക്കും, അതായിരിക്കും ഇല്ലേ? നേരെ പോകത്തോളം. ഓ അങ്ങനെ. എന്തൊരു കഷ്ടമാന്ന് പറ. ആ പട്ടരൊക്കെ എന്ത് ചെയ്യുമോ എന്തോ ദൈവമേ. ഒരാൾ അതിനാണ് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്, മനസ്സിലായി? പറഞ്ഞപ്പോഴത്തെ കൊട്ട് മാറത്തില്ല, മനസ്സിലായോ ചേട്ടൻ? എടുക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു നമുക്ക്. ശരിയാ. കഴിച്ചോണ്ടിരിക്കുമ്പോഴേ കുറേ വന്ന് അതെ പിടിക്കുമ്പോൾ എലിയടാ. എന്തൊരു കഷ്ടമാന്ന് പറ. കിട്ടിയല്ലോ മാല. ഇതല്ല മാല ചേട്ടാ, മാല കിട്ടിയ മാല. പിന്നെ ഇത് മാലയല്ലേ ചേട്ടാ? ഇത് പറയട്ടെ, ഇത് ഒരു പ്രോഗ്രാമാണ്. പറയട്ടെ. പിന്നെ ചള്ളയടിച്ച് പൊട്ടിക്കും ഞാൻ. കമ്പി എനിക്ക് അവിടെ ഇരുന്നോ. ചേട്ടാ കാര്യം പറയട്ടെ. എനിക്ക് അടിക്കാൻ തരും. എന്റെ ദൈവത്തിനാണ് അടിക്കുക. അടിക്കണ്ട. എന്തിന്? അതെ എന്തുകൊണ്ട് നോക്കിക്കോ. അടിക്കണ്ട ചേട്ടാ. ഇതേ എലി സ്വർണ്ണം ഒന്നും എടുത്തോണ്ട് പോയൊന്നുമില്ല. ഇല്ല, ഇതൊരു കോമഡി പ്രോഗ്രാമാണ്. ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാമാണ്. ചേട്ടാ, ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ്. അല്ലാതെ എലി സ്വർണ്ണമൊന്നും അടിച്ചുകൊണ്ട് പോയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം പണ്ട് നോട്ടൊക്കെ അടിച്ചുകൊണ്ട് പോയ ചരിത്രമൊക്കെ ഉണ്ട്. എലി അടിച്ചുകൊണ്ട് പോയി വഴിക്കകത്തുകൊണ്ട് വെച്ച് ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഐഡിയ പ്ലാൻ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഫൈസലിൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ പറഞ്ഞിരുന്നു. ഫൈസലാണ് ഇവിടെ നിങ്ങളെ ഇങ്ങനെ വരാൻ പറഞ്ഞത്. വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്തായാലും ബിഗ് പ്രാങ്ക്സിൻ്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. അതായത് ബിഗ് പ്രാങ്ക്സിൻ്റെ ഒരു ക്യാഷ് പ്രൈസ്, കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം, ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. ഓക്കെ. അപ്പോൾ സന്തോഷമായി. അപ്പോൾ ഇനി അടുത്ത മാളത്തിൽ പോകണം. തപ്പായി എലിയല്ല, അവിടെ മറ്റേ മരപ്പെട്ടി ഒരു മാളത്തിൽ ഒളിച്ചിട്ടുണ്ട്. നമുക്ക് എടുക്കാൻ പോകണം. പോലോ.